കൃഷ്ണകുമാർ ഇപ്പോഴും ആരോപിക്കുന്ന അല്ലെങ്കിൽ ദിയ ആരോപിക്കുന്നത് എൻ്റെ 69 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു, നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ ദിയയുടെ കടയിൽ നിന്ന്? അവരുടെ കടയിൽ നിന്ന് നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരുപാട് പേയ്മെൻറ്റ് വരുന്നതല്ലേ, കുറച്ച് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വാങ്ങിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ച് ദിയേച്ചിക്ക് ക്യാഷായിട്ട് കൊടുക്കുമായിരുന്നു. പിന്നീടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ടാക്സ് ഇഷ്യൂ കാരണമാണ് നിങ്ങളുടെ കയ്യിൽ മേടിക്കാൻ പറയും. കാര്യം ചേച്ചിക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചേച്ചിയുടെ കയ്യിലല്ലേ പോകണം, നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ കസ്റ്റമറിൻ്റെ വരുമ്പോൾ അത് നമ്മളാണ് വാങ്ങിക്കുന്നത്. ഏത് മാസം മുതൽ ഇങ്ങനെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മേടിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് മാസം തൊട്ട്. ഈ പറയപ്പെടുന്ന പോലെ 69 ലക്ഷത്തോളം രൂപ 3 പേരുടെ അക്കൗണ്ടിലേക്കായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അതിപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഒരു അക്കൗണ്ടിലേക്കാണോ മേടിക്കുന്നത് അതോ എങ്ങനെയാണ് ഈ 3 അക്കൗണ്ടിലേക്ക് മേടിക്കുന്നുണ്ട്? നമ്മൾ 3 അക്കൗണ്ടിലോട്ട് മേടിക്കും. ആരാണ് ആദ്യം കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഈ പറഞ്ഞ 69 ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ ഈ 10 മാസം കൊണ്ട് അല്ലെങ്കിൽ 11 മാസം കൊണ്ട് അവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല. ചാറ്റുകളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതെന്നാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം തുടങ്ങുന്നത്? തർക്കം കുറച്ച് നാളായിട്ട് തുടങ്ങിയെങ്കിൽ ഇത് കുറച്ച് പ്രശ്നമായി തുടങ്ങുന്നത് 29-ാം തീയതി മുതൽ. നമ്മൾ 3 പേരും ഒരുമിച്ച് ജോലി നടത്തിയതിൻ്റെ ഒരു പകയാണ്. നിങ്ങൾ എന്തിനാണ് 30-ാം തീയതി രാവിലെ പണം കൊണ്ടു കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിന് ആർക്കും അറിയില്ല. ദിയയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് മേടിക്കുന്നതും നമ്മൾ ക്യാഷായിട്ട് ദിയയ്ക്ക് കൈമാറുന്നതും ഒന്നും കസ്റ്റമേഴ്സിന് അറിയില്ല. ദിയ സ്കാം അലേർട്ട് എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ഈ സംഭവമൊക്കെ അയച്ചു കൊടുത്തിട്ട്, അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലിക്വിഡ് മണി കൊടുത്തതിന് തെളിവില്ല. ഞങ്ങൾ ക്യാഷായിട്ട് കളക്ട് ചെയ്തത് കാരണം ഡ്രൈവറൊക്കെയാണ് നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് തെളിവെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് ദിയ ആ സ്റ്റാറ്റസൊക്കെ വെച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മൾ യൂട്യൂബിലിടും, നിങ്ങളുടെ മുഖം കാണുന്ന രീതിയിൽ ഇതാക്കും, ഞാൻ നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ യൂഷ്വലി പേടിച്ച്. കാരണം ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആ ഒരു രാത്രി ഞങ്ങൾക്ക് ആരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യണം, രാത്രി നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ ആരുടെ അടുത്ത് എപ്പോൾ പോയി ചോദിക്കണം, അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല. സാധാരണക്കാരെ നമ്മൾ പേടിച്ച് പോത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് പേടിച്ച്. അപ്പം ഞങ്ങൾ പേടിക്കുന്നത് നടപ്പോൾ ദിയയ്ക്ക് അത് കുറച്ചുകൂടി ഇതായി. നാളെ നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിലോട്ട് വാ, 10 മണിക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ നിന്ന് ഒരു കോമ്പൻസേഷൻ പോലെ ഒരു 5 ലക്ഷം രൂപ മേടിക്കാം. കാരണം നിങ്ങൾ എൻ്റെ എത്രയോ രൂപ ഞാൻ നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് പോലെ തന്നിട്ടുണ്ട്, അതിൻ്റെ കൂട്ടാക്കിയാൽ നിങ്ങൾ എൻ്റെ നഷ്ടത്തിന് നിങ്ങൾ ഇതെങ്കിലും നികത്തെന്നൊക്കെ പറഞ്ഞ് നല്ല റഷായിട്ട് സംസാരിച്ച ഒരു ഇഷ്യൂ ആയപ്പോഴും ഹസ്ബൻഡും അശ്വിൻ ചേട്ടനും ദിയ ചേച്ചിയും കൂടെ രണ്ടുപേരും കൂടെ പറഞ്ഞ് ഇതാക്കിയിട്ടാണ് നമ്മൾ പിന്നെ രാവിലെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. ഒരു ദിവസം രാത്രി കൊണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് 5 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിച്ചു? സ്വർണ്ണം എല്ലാം വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും വീതിച്ചാണ് ഞങ്ങൾ അത്രയും പൈസ ഉണ്ടാക്കി കൊടുത്തത്. ഞങ്ങൾ ജ്വല്ലറിയൊക്കെ പണയം വെച്ചതിൻ്റെ റെസിപ്റ്റൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്.